ശതാബ്ദി നിറവിൽ കോഴിക്കോട് രൂപത 100 സംവത്സരങ്ങൾ. ദൈവകൃപയാൽ ഉജ്ജ്വലമാക്കപ്പെട്ട അനേകായിരം ദിനരാത്രങ്ങൾ. മലബാറിന്റെ മാതൃരൂപത വിശ്വാസദീപം കൈമാറിയതിന്റെ 10 പതിറ്റാണ്ടുകൾ. മണ്ണിനോടും മലകളോടും പടവെട്ടിയ ഒരു ജനതയ്ക്ക് വഴികാട്ടിയായി, അനന്തമായ വെളിച്ചവുമായി, സേവനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതൽ കരങ്ങളായി മാറിയ കോഴിക്കോട് രൂപത ദൈവപരിപാലനത്തിൻ്റെ വഴികളിലൂടെ മലനാട്ടിൽ മരതകം വിരിച്ചിട്ട് 100 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ എത്രയോ ധന്യം ഈ കൃപയുടെ നാൾ വഴികൾ. മലബാറിലെ ക്രൈസ്തവ സഭയ്ക്ക് നൂറ്റാണ്ടുകളുടെ പൗരാണികതയുണ്ട്. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കേരള മണ്ണിൽ എത്തുന്നതോടെ മലബാറിൽ ക്രൈസ്തവ വേരോട്ടത്തിന് തുടക്കം കുറിക്കുന്നു. ധീരതയോടെ ആരംഭിക്കപ്പെട്ട ആ സുവിശേഷവൽക്കരണത്തിന്റെ ഭാഗമായി 1500-ൽ മലബാറിന്റെ തീരത്ത് വിശുദ്ധ അന്ത്രയോസിന്റെ പേരിൽ ആദ്യ ദേവാലയം സ്ഥാപിതമായി. 1549-ൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ആഗമനത്തോടെ മലബാറിലെ സുവിശേഷവൽക്കരണം കൂടുതൽ ശക്തി പ്രാപിച്ചു. 1596-ൽ ഫാദർ അന്തോണിയോ ഷിപാനി എസ്.ജെയും ഫാദർ അക്കോസ്റ്റ എസ്.ജെയും ചേർന്ന് കോഴിക്കോട് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ചതോടെ കോഴിക്കോട്ടെ മിഷൻ പ്രവർത്തനങ്ങൾ ശക്തമായി. 1712-ൽ മലയാള ഭാഷയ്ക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ പുണ്യശ്ലോകൻ അർണോസ് പാതിരി ദേവമാതാ കത്തീഡ്രലിൽ വികാരിയായിരുന്നു. 1793-ൽ കോഴിക്കോട് സ്ഥാപിച്ച സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ, 1807-ൽ കണ്ണൂരിൽ സ്ഥാപിച്ച സെയിന്റ് മൈക്കിൾസ് സ്കൂൾ, 1919-ൽ സ്ഥാപിതമായ പ്രോവിഡൻസ് ഗേൾസ് സ്കൂൾ എന്നിവ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. 1723-ൽ മയ്യഴി താവളമാക്കി ഫ്രഞ്ച് കത്തോലിക്കയുടെ ആത്മീയ ശുശ്രൂഷയ്ക്കായി പോണ്ടിച്ചേരിയിൽ നിന്ന് ഫാദർ ഡൊമിനിക് OCD മാഹിയിലെത്തി. 1736-ൽ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള മാഹി ദേവാലയം നിർമ്മിക്കപ്പെട്ടു. കോഴിക്കോട് തീരപ്രദേശങ്ങളിൽ മാത്രമല്ല വിശ്വാസത്തിന്റെ ദീപനാളം കത്തിജ്വലിച്ചത്. 1825-ൽ വൈത്തിരിയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ദേവാലയം വയനാട്ടിലെ ആദിമ ക്രൈസ്തവ ദേവാലയമാണ്. മൈസൂർ രൂപതയിൽ പ്രവർത്തിച്ചിരുന്ന പാരീസ് മിഷൻ സൊസൈറ്റിയിലെ സന്യസ്തർ വൈത്തിരി കേന്ദ്രീകരിച്ച് നടത്തിയ മിഷൻ പ്രവർത്തനം വഴി മേപ്പാടി, പള്ളിക്കുന്ന്, മാനന്തവാടി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പള്ളികൾ സ്ഥാപിച്ചു. വയനാട്ടിലുണ്ടായിരുന്ന വിവിധ ആദിവാസി സമൂഹങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസം നൽകുന്നതിനും മിഷണറിമാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. 1910-ൽ അഭിവന്ദ്യ പോൾ പെരീനി പിതാവ് മംഗലാപുരം രൂപതയുടെ മെത്രാനായി നിയമിതനായി. മലബാറിൽ കോഴിക്കോട് കേന്ദ്രമാക്കി ഒരു രൂപത സ്ഥാപിക്കണമെന്ന് റോമിലേക്ക് അഭ്യർത്ഥിച്ചത് പെരീനി പിതാവാണ്. 1923 ജൂൺ 12-ാം തീയതി 11-ാം പിയൂസ് പാപ്പ മംഗലാപുരം, മൈസൂർ, പോണ്ടിച്ചേരി, കോയമ്പത്തൂർ രൂപതകളിൽ നിന്ന് ഇന്നത്തെ കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകൾ ഉൾപ്പെടുന്ന മലബാർ പ്രദേശം വേർതിരിച്ചുകൊണ്ട് കോഴിക്കോട് രൂപതയ്ക്ക് ജന്മം നൽകുകയും ബിഷപ്പ് പോൾ പെരീനി എസ്.ജെയെ തന്നെ പ്രഥമ മെത്രാനായി സ്ഥാനമേൽപ്പിക്കുകയും ചെയ്തു. 1925-ൽ ബ്രദർ സ്പിനല്ലി എസ്.ജെയുടെ സഹകരണത്തോടെ സെന്റ് വിൻസെന്റ്സ് ഇൻഡസ്ട്രിയൽ തുടങ്ങി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഫാത്തിമ ITC, സെന്റ് വിൻസെന്റ് കോളനി സ്കൂൾ, ഓർഫനേജ്, സെന്റ് വിൻസെന്റ് ഹോം ഫോർ പുവർ, ചെറുവണ്ണൂർ ഓർഫനേജ്, മാട്ടൂൽ ഓർഫനേജ് എന്നിവ സ്ഥാപിതമായത്. രൂപതയുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി വയനാട്ടിൽ ചുണ്ടേൽ എസ്റ്റേറ്റ് വാങ്ങുന്നതും പെരീനി പിതാവിന്റെ ദീർഘവീക്ഷണത്തോടെയാണ്. 1932 മുതൽ 38 വരെ മോൺസിഞ്ഞോർ ബെഞ്ചമിൻ M. റംസാനി S.J. ആയിരുന്നു രൂപതയുടെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ. 1938 മാർച്ച് 13-ന് കോഴിക്കോട് രൂപതയുടെ ദ്വിതീയ മെത്രാനായി റൈറ്റ് റവറന്റ് ഡോക്ടർ ലിയോ പ്രോസർപിയോ S.J. അഭിഷിക്തനായി.
കേരള സഭയിലെ ഏറ്റവും വലിയ മിഷൻ കേന്ദ്രമായ ചിറയ്ക്കൽ മേഖലയിലെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ലിയോ പ്രോസർപിയോ പിതാവിൻ്റെ കാലഘട്ടത്തിലാണ്. ഫാദർ പീറ്റർ കെയ്റോണി SJ, ഫാദർ ജോസഫ് ടഫ്രയിൽ SJ, ഫാദർ ലീനസ് മരിയ സുക്കോൾ, ഫാദർ ജെയിംസ് മൊന്തനാനി SJ, ഫാദർ അലോഷ്യസ് ഡിൽ സോട്ടോ SJ, ഫാദർ മൈക്കിൾ വെൻഡ്രമിൻ SJ, ഫാദർ വെർഗോട്ടനി SJ എന്നീ മഹനീയരെ ധന്യതയോടെ ഓർക്കുന്നു. 1948 രൂപതയുടെ 3ാമത്തെ മെത്രാനായി ബിഷപ്പ് അൽദോ മരിയ പത്രോണി പിതാവ് സ്ഥാനമേൽക്കുന്നു. മലബാറിലെ കുടിയേറ്റ പ്രവർത്തന സംരംഭകർക്ക് ആക്കം കൂട്ടിയ മെത്രാനാണ് ബിഷപ്പ് അൽദോ മരിയ പത്രോണി. മേപ്പാടിയിൽ സ്ഥാപിച്ച കുഷ്ഠരോഗികളുടെ പുനരധിവാസ കേന്ദ്രം, പെരിന്തൽമണ്ണയിലെ അന്ധവിദ്യാലയം, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്ഥാപിച്ച ബധിരർക്കും മൂകർക്കുമുള്ള സ്കൂൾ, ഇതൊക്കെ എടുത്തു പറയേണ്ടവ തന്നെയാണ്. 2ാം വത്തിക്കാൻ സുന്നഹദോസിന്റെ മാറ്റങ്ങൾ കേരള ലത്തീൻ സഭയ്ക്ക് സംഭാവനയായി നൽകിയത് മലയാള ഭാഷയിലും അഗാധ പാണ്ഡിത്യം നേടിയ പത്രോണി പിതാവിൻ്റെ ആരാധനക്രമ പരിഷ്കരണത്തിലൂടെയാണ്. 1950കളിൽ കുടിയേറ്റക്കാരുടെ എണ്ണം 70,000 കടന്നപ്പോൾ പിൽക്കാലത്ത് മെത്രാനായിരുന്ന മാക്സ്വൽ പിതാവിന്റെ സഹായത്തോടെ മലബാറിന്റെ ഭൂപടമുണ്ടാക്കുകയും ഫാദർ CK മറ്റത്തിനെ സുറിയാനി ക്രിസ്ത്യാനികളുടെ എപ്പിസ്കോപ്പൽ വികാരിയാക്കുകയും ചെയ്തു. 1952 ഫാദർ ജോസഫ് എടമരത്തിനെ അവരുടെ വികാരി ജനറലായി നിയമിക്കുകയും ചെയ്തു. 1953 ഡിസംബർ 31 12ാം പിയൂസ് പാപ്പ തലശ്ശേരി രൂപത സ്ഥാപിക്കുകയുണ്ടായി. പത്രോണി പിതാവ് അന്നത്തെ കോഴിക്കോട് രൂപതയിൽ നിന്നുള്ള 30ഓളം ഇടവക ദേവാലയങ്ങളും അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളും വൈദികരെയും അവർക്കായി ഉദാരബുദ്ധിയോടെ വിട്ടുകൊടുക്കുകയും ചെയ്തു. കുടിയേറ്റ മേഖലയിലെ പേരാവൂർ, എടൂർ, കിളിയന്തറ, നെല്ലിക്കാംപൊയിൽ, വയാട്ടുപറമ്പ്, ചെമ്പേരി, ചെറുപുഴ, അങ്ങാടിക്കടവ്, പൈസക്കിരി, ചെമ്പൻതൊട്ടി എന്നീ പള്ളികൾ ഇപ്പോഴത്തെ തലശ്ശേരി അതിരൂപതയിലും മരുതോങ്കര, വടത്തുംകടവ്, കുളത്തുവയൽ, കൂരാച്ചുണ്ട്, കല്ലാനോട്, പെരുവണ്ണാമൂഴി, കോടഞ്ചേരി, കണ്ണോത്ത്, വേനപ്പാറ, മരിയാപുരം പള്ളികൾ താമരശ്ശേരി രൂപതയിലും, കല്ലോടി, സുൽത്താൻ ബത്തേരി, നടവയൽ, തെനേരി, തരിയോട്, മണിമൂളി, നെന്മേനി, നിലമ്പൂർ എന്നീ പള്ളികൾ മാനന്തവാടി രൂപതയിലും വിശ്വാസത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളായി സ്ഥിതി ചെയ്യുന്നു. അന്നത്തെ കുളത്തുവയൽ ഇടവക വികാരിയും MSMI സന്യസ്ത സമൂഹത്തിന്റെ സ്ഥാപകനുമായ CJ വർക്കിയച്ചനെയും അവരുടെ ശുശ്രൂഷയ്ക്കായി നൽകി. 1973 രൂപത കൊണ്ടാടിയ സുവർണ ജൂബിലി. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ജൂബിലി ചടങ്ങുകളിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, മലബാറിന്റെ മഹോത്സവമായി ജൂബിലി മാറുകയും ചെയ്തു എന്നതാണ് വാസ്തവം. 1980 സെപ്റ്റംബർ 7 കോഴിക്കോട് രൂപതയുടെ ആദ്യ തദ്ദേശീയ മെത്രാനായി മാക്സ്വൽ നൊറോണ പിതാവ് ചുമതല ഏറ്റെടുക്കുന്നത്. മാനാഞ്ചിറ മൈതാനിയിൽ നടത്തപ്പെട്ട മെത്രാഭിഷേക മഹോത്സവം അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു. രൂപതയിലെ സോഷ്യൽ സർവീസ് സൊസൈറ്റി ആരംഭിച്ചതും ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ശക്തിപ്പെടുത്തിയതും പിതാവാണ്. പിതാവിൻ്റെ കാലത്താണ് രൂപതയിൽ ബിബ്ലിക്കൽ മതബോധന ആരാധനാ കമ്മീഷനുകൾ ആരംഭിക്കുന്നതും രൂപതയുടെ പാസ്റ്ററൽ സെന്റർ എരഞ്ഞിപ്പാലത്ത് NRC സ്ഥാപിക്കുന്നതും. കേരള സഭയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ബൈബിൾ കലോത്സവത്തിന് തുടക്കം കുറിച്ചത് മാക്സ്വൽ പിതാവാണ്. 1998 ഡിസംബർ 9 കോഴിക്കോട് രൂപത വിഭജിച്ച് കണ്ണൂർ രൂപത നിലവിൽ വന്നു. 2002 അഭിമന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് രൂപതയുടെ മെത്രാനായി നിയമിതനായി. മോൺസിഞ്ഞോർ വിൻസെന്റ് അറയ്ക്കൽ 2011 മുതൽ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായി സ്ഥാനമേൽക്കുകയും രൂപതയെ നയിക്കുകയും ചെയ്തു. 2012 കോഴിക്കോട് രൂപതയുടെ മെത്രാനായി അഭിമന്യ വർഗീസ് ചക്കാലയ്ക്കൽ പിതാവ് സ്ഥാനമേറ്റെടുത്തു. സെന്റ് സേവിയേഴ്സ് കോളേജ് എരഞ്ഞിപ്പാലം, മേരിക്കുന്ന് ദേവാലയം എന്നിവ പിതാവിൻ്റെ വലിയ പരിശ്രമത്തിൻ്റെയും നേതൃപാടവത്തിൻ്റെയും വിജയമാണ്. 2014 രൂപത വീണ്ടും വിഭജിച്ച് സുൽത്താൻപേട്ട് രൂപത നിലവിൽ വന്നു. 500 സംവത്സരങ്ങളുടെ ക്രൈസ്തവ പാരമ്പര്യത്തെയും കോഴിക്കോട് രൂപതയുടെ 100ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന കൃപയുടെ ദിനങ്ങളെയും അനുസ്മരിക്കുമ്പോൾ
മതാത്മകതയ്ക്കപ്പുറം മലബാറിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ പൈതൃകം തീർക്കാൻ കോഴിക്കോട് രൂപതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ജീവന വഴി അനേകർക്ക് വീടുകളും സാമ്പത്തിക സഹായവും സ്വയം തൊഴിൽ സംരംഭങ്ങളും നൽകിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിലെ തന്നെ ശ്രേഷ്ഠതയുടെ മകുടമായ ലൂർദ് മാത HS സ്കൂൾ പള്ളിക്കുന്ന്, ചുണ്ടയിൽ RC HSS സ്കൂൾ, ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ, പ്രൊവിഡൻസ് ഗേൾസ് സ്കൂൾ, സെന്റ് മൈക്കിൾസ് സ്കൂൾ, സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ, സെന്റ് വിൻസെന്റ് കോളനി സ്കൂൾ, വെനേറിനി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ എടുത്തു പറയേണ്ട ചില കലാലയങ്ങൾ മാത്രം. ആതുര സേവന രംഗത്ത് ഉദാത്ത മാതൃകയാവുന്ന ഗുഡ് ഷെപ്പേർഡ് ഹോസ്പിറ്റലും നിർമ്മല ഹോസ്പിറ്റലും. രൂപതയുടെ ഓരോ ചുവടുവയ്പിലും സന്യസ്ത സമൂഹങ്ങളുടെ സേവനങ്ങൾ ശ്ലാഘനീയമാണ്. ദേവദാസിയായ സിസ്റ്റർ മരിയ സെലിൻ കണ്ണനായിക്കൽ, സിസ്റ്റർ മദർ പേത്ര എന്നിവരൊക്കെ മലബാറിന്റെ മണ്ണിൽ സേവനത്തിന്റെ പുതിയ മാതൃക നൽകി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടാൻ പോകുന്നവരാണ്. കഴിഞ്ഞ 99 വർഷമായി മലബാറിന്റെ മതപരവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ അഭ്യുന്നതയ്ക്ക് വേണ്ടി ജാതി മതഭേദമന്യേ നിലകൊള്ളുന്ന കോഴിക്കോട് രൂപത ഇനിയും ജനസഹസ്രങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഭദ്രദീപം കൊളുത്തുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപരിപാലനത്തിൽ ആശ്രയിച്ച് ദൈവജനനിയുടെ മാധ്യസ്ഥം യാചിച്ച് സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ കൈപിടിച്ച് ഇനിയും മുന്നോട്ട്.